ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ എവിടെയാണ്? പൾസർ സുനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഈ കേസിൽ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത ഏറ്റവും നിർണായകമായ, ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഏറ്റവും നിർണായകമായ തെളിവ് ഈ കേസിന്റെ യഥാർത്ഥ മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് എവിടെ? കേൾക്കും. ഈ മെമ്മറി കാർഡ് ആർക്കാ ഏൽപ്പിച്ച്, എങ്ങനെ പോലീസ് മെമ്മറി കാർഡ്? അതവിടെ ഏൽപ്പിച്ച വക്കീൽ വഴി കൊടുത്തു. വക്കീൽ പോലീസ് അത് ഇതല്ല, അത് കോപ്പിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോപ്പി എടുത്ത് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തായോ? പേടിയുണ്ടോ? അതെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്ത മൊബൈൽ ആർക്കാണ് കൊടുത്തത്? അത് അവിടെ അത് പറയാൻ പറ്റാത്ത രഹസ്യമാണ്, അത് വെട്ടിയേരാണ്. ഈ വക്കീലുള്ളപ്പോൾ നമ്മൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് സറണ്ടർ ചെയ്യാൻ നോക്കിയത്. അപ്പം തന്നെ ഈ വക്കീൽ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തു. അങ്ങനെ അപ്പോൾ ആ വക്കീലായിട്ടുള്ളൊരു ഇത് നഷ്ടപ്പെടുവാണ്. ഇത് നമ്മളൊന്നും സേഫ് ആക്കാൻ വെച്ച സാധനങ്ങൾ പുള്ളി കോടതി കൊടുത്തു. അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നു. പാസ്പോർട്ട് അപ്പം തന്നെ സറണ്ടർ ചെയ്തു? സറണ്ടർ ചെയ്തല്ല, അവിടെ മാറ്റി വെച്ചേക്കാൻ പറഞ്ഞ വിജീഷിന്റെ പാസ്പോർട്ടാണോ പുള്ളി കോടതി? ഇല്ലല്ലോ. ഇല്ല, എനിക്ക് പാസ്പോർട്ട് വിജീഷിന്റെ സറണ്ടർ ചെയ്തു. മെമ്മറി കാർഡ് കിട്ടിയില്ലെങ്കിൽ അതാണല്ലോ എവിഡൻസ്. ഇങ്ങനെ ഇത്ര ദിവസം കിടക്കില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ ഇത്രയും കിടക്കേണ്ടി വരില്ല. എവിഡൻസ് അതല്ലേ ഒന്നാമത്തെ എവിഡൻസ്. അത് നിങ്ങൾ വക്കീലിന് എഴുതി ഈ വക്കീലിന്റെ അടുത്ത് കൊടുത്തല്ല, വക്കീൽ പോലും കണ്ടിട്ടില്ല. വക്കീൽ അറിയാതെ മാറ്റി വെച്ചതാ. പിന്നെ കോപ്പി നഷ്ടപ്പെടുന്നുണ്ടല്ലോ വെച്ചിട്ട് അത് ഈ പുള്ളി അത് കോടതി കൊടുക്കും. നമുക്കറിയാമോ? മൊഴി കൊടുത്തു, എല്ലാം പറയണ്ട, എല്ലാം കഴിഞ്ഞു, എല്ലാം ഇത് ഈ തെളിവ് വന്നില്ല. അത് ഇത്ര നാളായിട്ട് അത് പോലീസിന്റെ കുഴപ്പമല്ലേ? അത് ഫോണാ പറയുന്നത്. അത് ഫോണാ പറയണത്. വളരെ നിർണായകമായ ബ്രേക്കിംഗിലേക്കാണ്. ബ്രേക്കിംഗ് നമ്പർ 5. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല, അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല. ഗോശ്രീ പാലത്തിൽ നിന്ന് എടുത്തു കളഞ്ഞുവെന്ന് കള്ളം പറയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പൾസർ സുനി നമ്മളോട് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷിപാൽ, ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നാണ് പൾസർ സുനി പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ മൊബൈൽ ഫോൺ ഇപ്പോഴും എവിടെയോ ഒരു രഹസ്യ കേന്ദ്രത്തിലുണ്ട്. നമ്പർ 2, ആ മൊബൈൽ ഫോണിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ്, യഥാർത്ഥ മെമ്മറി കാർഡ്, അതിൻ്റെ പകർപ്പ് മാത്രമാണ് അഭിഭാഷകയ്ക്ക് നൽകിയതെന്ന് പറയുന്നു. യഥാർത്ഥ മെമ്മറി കാർഡും രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്ന സൂചനയാണോ ഇപ്പോൾ പൾസർ സുനി നൽകുന്നത്? അങ്ങനെയാണെങ്കിൽ അതും ഈ കേസിൽ നിർണായകമാണ്. ഡോക്ടർ അരുൺകുമാർ സൂചനയല്ല, അത് സമ്മതിക്കുകയാണ് ഈ നടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി, കുറ്റകൃത്യം ചെയ്ത പൾസർ സുനി. ഒന്ന്, നമ്മളിപ്പോൾ ഓരോ ദൃശ്യങ്ങളും ഓരോ വെളിപ്പെടുത്തലും പുറത്തുവിടുമ്പോൾ പലതും അത് നമുക്ക് പുറത്ത് പൂർണ്ണമായും വിടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ പക്ഷേ പോലീസിന് മുന്നിൽ കൈമാറും എന്ന നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും, പക്ഷേ അത് പുറത്തു വരുന്നത് അത്ര ശുഭകരമല്ല എന്നതുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഏറ്റവും പ്രധാനമാകുന്നത് ഈ നടിയാക്രമിച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടതും ആ മൊബൈൽ ഫോണാണ്. പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ. രണ്ടാമത്തേത് യഥാർത്ഥ മെമ്മറി കാർഡ്. ആ രണ്ടും എവിടെയാണ് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത് കൃത്യമായി അറിയാം പൾസർ സുനിക്കെന്ന് ആ ഒളിക്യാമറയ്ക്ക് മുന്നിൽ സമ്മതിക്കുന്നുണ്ട്. അത് രഹസ്യമാണ്, പറയാൻ പറ്റാത്ത രഹസ്യമാണ്. മൊബൈൽ ഫോൺ എവിടെയാണെന്ന എൻ്റെ ചോദ്യത്തിന് പൾസർ സുനി നൽകുന്ന ഉത്തരം. മൊബൈൽ ഫോണിൽ അന്ന് ഉപയോഗിച്ച ആ മെമ്മറി കാർഡ്
പീഡന ദൃശ്യങ്ങൾ പകർത്തപ്പെട്ട ആ മെമ്മറി കാർഡിൻ്റെ പകർപ്പ് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി അത് അഭിഭാഷകരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതാണ് പിന്നീട് കോടതിയിലേക്ക് എത്തുന്നതും അത് കോടതി വഴി പോലീസിൻ്റെ കൈവശമെത്തി അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നതും. ആ യഥാർത്ഥ മെമ്മറി കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ എത്ര തവണ ഈ 2 മണിക്കൂറിനിടയിൽ ഈ നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം പോലീസിന് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ തെളിവുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഒരു പക്ഷേ ഈ പൾസർ സുനി അന്ന് പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന തെളിവുകൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൾസർ സുനിയുമായി സംസാരിക്കുമ്പോൾ പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് തീർച്ചയാണ്. അത് പൾസർ സുനി ഒരു ഘട്ടത്തിൽ പറയുന്നുമുണ്ട് അരുൺകുമാർ. അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ പലവട്ടം പല സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പൾസർ സുനി അത് പോലീസിനോട് പറഞ്ഞിട്ടുമില്ല. റിപ്പോർട്ടറിൻ്റെ ഒളി ക്യാമറയ്ക്ക് മുന്നിൽ അത് പൾസർ സുനി വെളിപ്പെടുത്തുകയാണ്. മൊബൈൽ ഫോൺ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ മെമ്മറി കാർഡും മൊബൈൽ ഫോണും എവിടെയാണെന്ന് തനിക്കറിയാമെന്ന് കൃത്യമായ സൂചന പൾസർ സുനി പറയുന്നു. അതുകൊണ്ട് അന്വേഷണത്തിലൂടെ അത് പോലീസിന് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഇനി പോലീസ് എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ഇനിയെല്ലാം പോലീസിൻ്റെ കൈകളിലാണ്. കാരണം നടിയാക്രമിച്ച കേസ് 2017 ഒരു ഘട്ടത്തിൽ ആ കേസ് വിസ്മൃതിയിൽ ആണ്ടുപോകുമെന്ന് പോലും അന്വേഷണ സംഘം സംശയിച്ചു പോയ കേസ് കൂടിയാണ്. ആ കേസിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2ാം ഘട്ടത്തിൽ റിപ്പോർട്ടർ നടത്തിയ ആദ്യഘട്ട അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചു. അത് കൃത്യമായി നമ്മൾ പുറത്തുവിടുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെ 2ാം ഘട്ടത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ അതിനേക്കാൾ വലിയ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. അത് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത തെളിവുകളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി പോലീസിന്റെ നീക്കമാണ് ഏറ്റവും നിർണായകമാവുക അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റോഷിപാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിങ്ങൾ ഓരോന്നോരോന്നായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഓരോ ദൃശ്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് നൽകുന്നു.